കോതമംഗലത്തെ അൻസിലിന്റെ കൊലയ്ക്ക് കാരണം സാമ്പത്തിക തർക്കമെന്ന് പോലീസ്. പ്രതിയായ യുവതി നൽകിയ കേസ് പിൻവലിക്കാൻ അൻസിൽ പണം വാഗ്ദാനം ചെയ്തിരുന്നു. ഈ പണം നൽകാത്തതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലയിൽ കലാശിച്ചത്. കൊലയ്ക്ക് മുൻപ് പ്രതി കൃത്യമായ ആസൂത്രണവും നടത്തി. അൻസിലിനെ വിളിച്ചു വരുത്തുന്നതിന് മുൻപ് വീട്ടിലെ CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചു. കളനാശിനി നൽകിയാണ് അൻസിലിനെ യുവതി കൊലപ്പെടുത്തിയത്. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിതിൻ, കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ ഒരു കൊലപാതകമായിരുന്നു. കുടുംബം ആരോപിച്ചതുപോലെ സാമ്പത്തിക ഇടപാടുകൾ കൂടി കൊലയ്ക്ക് കാരണമായി എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് വരുന്നത്. ഇത് യുവതിയുടെ മൊഴിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളാണോ? ജിൽസി, കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഈ കൊലപാതകം പ്രതി നടത്തിയിരിക്കുന്നതെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. 2 മാസത്തോളം കൃത്യമായി ഈ കൊലയ്ക്ക് വേണ്ടിയുള്ള ആസൂത്രണം പ്രതി നടത്തിയിട്ടുണ്ട്. നേരത്തെ അദീന ഈ കേസിലെ പ്രതിയാണ്. അദീന കോതമംഗലം തന്നെ സ്വദേശിയാണ്. അദീന പോലീസിൽ ഇയാൾക്കെതിരെ ഒരു പരാതി നൽകിയിരുന്നു, അൻസിലിനെതിരെ. ആ പരാതി പിന്നീട് ഹൈക്കോടതിയിൽ ഇടപെട്ട് പിൻവലിക്കുകയും ചെയ്തു. ആ പരാതി പിൻവലിക്കാനായി അൻസിൽ ഇവർക്ക് പണം വാഗ്ദാനം ചെയ്തിരുന്നു. ഈ പണം പക്ഷേ പിന്നീട് കേസ് പിൻവലിച്ച ശേഷം നൽകിയില്ല. ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഇവരുണ്ടായിരുന്നു. നേരത്തെയും ഇവർ തമ്മിൽ സാമ്പത്തിക തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഈ തർക്കമാണ് ഇത്തരത്തിൽ കൊലപാതകത്തിന് പ്രേരണയായത് എന്നാണ് പോലീസിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. വിഷം നൽകി വീട്ടിലേക്ക് വിളിച്ചു വെച്ച ശേഷം വിഷം നൽകി കൊല്ലുകയായിരുന്നു. പാഴാക്കിച്ചെന്ന കീടനാശിനി സമീപത്തെ തന്നെ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. പാഴാക്കിച്ചെന്ന കീടനാശിനിയാണ് ഈ കൊലപാതകത്തിന് വേണ്ടി ഇവർ ഉപയോഗിച്ചിട്ടുള്ളത്. ഇവരുടെ വീട്ടിൽ CCTV ഉണ്ടായിരുന്നു. പക്ഷേ ഈ CCTV ദൃശ്യങ്ങൾ ഇവർ തന്നെ നശിപ്പിച്ചു എന്നാണ് പോലീസ് നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത്. തെളിവ് നശിപ്പിക്കലിന്റെ ഭാഗമായാണ് CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ തെളിവ് നശിപ്പിച്ചതിന്റെ വകുപ്പുകൾ കൂടിയുള്ള കുറ്റം കൂടി ഇവർക്കെതിരെ ചുമത്തും. നേരത്തെ വധശ്രമത്തിനായിരുന്നു ഇവർക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത്. അതിനൊപ്പം തന്നെ അൻസിൽ പോസ്റ്റ്മോർട്ടത്തിൽ അൻസിൽ വിഷമുള്ളിൽ ചെന്നാണ് മരിച്ചത്. കൊലപാതകമാണെന്ന് തെളിഞ്ഞതോടെ ഇവർക്കെതിരെ കൊലക്കുറ്റം കൂടി ചുമത്തി കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പൊ നിലവിൽ റിമാൻഡ് ചെയ്തിട്ടുള്ള പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ നീക്കം. ജിൽസി, ശരി, നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകിയത്.